എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം. നമ്മൾ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പല ആൾക്കാരും നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ നീ ചെയ്താൽ അത് ശരിയാവില്ല, നിന്നെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് പറയാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ ഇങ്ങനെ നമ്മളെ പിന്തിരിപ്പിക്കുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ശരിയാകില്ല എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റിപ്പോണ്ട, നമുക്കൊരു അബദ്ധം പറ്റണ്ട എന്നുള്ള, നമ്മൾ നന്നാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തെറ്റ് മാത്രം കണ്ടുപിടിക്കാൻ നടക്കുന്ന, അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്താലും അതിൽ നെഗറ്റീവ് മാത്രം കണ്ടെത്താൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാരും നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ചുറ്റും ഉണ്ട്. അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, കൊളീഗ്സ്, അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സ്, അങ്ങനെ നമുക്ക് പല രൂപത്തിൽ ഇവരെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒന്ന് അകറ്റി നിർത്തുന്നത് നല്ലതാണ്. കാരണം നമുക്കൊരിക്കലും ഇവരെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന കൂട്ടത്തിലല്ല, അല്ലെങ്കിൽ നമുക്കൊരിക്കലും അതുകൊണ്ടൊരു നെഗറ്റീവ് ഒരു ഇമേജ് നമ്മുടെ മനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ നമുക്ക് പോസിറ്റീവായിട്ട് യാതൊരു ബെനിഫിറ്റും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ. അപ്പോൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ളവരാണ് ഇത്തരക്കാർ എന്നുള്ളതിനെ പറ്റി വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയണം എന്ന് വിചാരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയേണ്ടത്, എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങളെ കളിയാക്കുന്ന, നിങ്ങളെ പരിഹസിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ പോലും കളിയാക്കുന്ന രീതിയിലുള്ള കുറച്ച് ആൾക്കാർ. അപ്പോൾ ഇത്തരക്കാരിൽ നിന്നും കഴിയുന്നതും അകന്നു നിൽക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും നിങ്ങളുടെ മനസ്സിലുള്ള കാഴ്ചപ്പാടും അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാടുകളോ ഒന്നും ആയിരിക്കില്ല ഇവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരിഹാസങ്ങളും കളിയാക്കലുകളും നമ്മുടെ മനസ്സിലേക്ക് എടുത്ത് നമ്മൾ വെറുതെ നെഗറ്റീവ് ആവാതെ നമ്മൾ ഇത്തരക്കാരിൽ നിന്നും ഒന്ന് അകന്ന് നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളിലൊന്നും അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും അവർ ഓപ്പോസിറ്റ് പറയാറുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഓപ്പോസിറ്റ് മാത്രം പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ മൈൻഡ് സെറ്റുള്ള കുറേ ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇത്തരക്കാരിൽ നിന്ന് ഒരു അകലം പാലിക്കുക എന്നുള്ളതാണ്. കാരണം ചെറിയ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു ക്ലാഷ് ഒക്കെ ഉണ്ടാകുന്നത് സാധാരണമാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ പറ്റാതെ വരുന്നതും സാധാരണമാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് അഭിപ്രായം പറയുന്ന, അതിന് നിങ്ങളുടെ ഫ്രണ്ടോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവരിൽ നിന്നും ഒരു അകലം പാലിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇത്തരം വ്യക്തികളോട് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ അനുസരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം നമുക്ക് ജീവിതത്തിൽ ഒരു രീതിയിലും ഒരു ഉയർച്ച ഉണ്ടാവില്ല, അല്ലെങ്കിൽ സക്സസ്സിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവരിൽ നിന്നും ഒരു അകലം പാലിക്കുക. ഇനി മൂന്നാമത്തെ കൂട്ടര് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്നും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്നും ഒക്കെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളോട് പെരുമാറുകയും, നിങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് വൈബ് തരുന്ന ആൾക്കാരെ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യാതിരിക്കുക. കാരണം അത് നിങ്ങൾക്ക് സ്വയം ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തെറ്റിപ്പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് കാര്യങ്ങളൊന്നും ശരിയായ റൂട്ടിലല്ലേ, ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും നമ്മുടെ മനസ്സിൽ ഈ കൂട്ടർ കൊണ്ടുതരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫിൽ നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഇത്തരക്കാരെയൊന്നും ഒഴിവാക്കുക. കാരണം നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമാണ്. അപ്പോൾ മറ്റുള്ളവർ അതിൽ ഉപദേശിച്ചാലും കാര്യങ്ങൾ പറഞ്ഞാലും ഒരിക്കലും അതിന് വരുന്ന ഒരു ആഫ്റ്റർ എഫക്ട്സ് ആരും ഷെയർ ചെയ്യാനുണ്ടാവില്ല. അത് നമ്മൾ തന്നെ അനുഭവിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി പറയേണ്ടത്, ഇപ്പം ചില ആൾക്കാർ വളരെ സ്നേഹത്തോടെ നമ്മളോട് പെരുമാറിയാലും അവരോട് ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് വൈബ് കിട്ടും. ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും കഴിയുന്നതും അകന്നു നിൽക്കുക. ഇപ്പോൾ ഒരു പ്രാവശ്യം ഒക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ എപ്പോഴും ഒരു നെഗറ്റീവ് ഇൻഡ്യൂഷനാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സിക്സ്ത് സെൻസ് ഉണ്ടാവും. ഇയാൾ സംസാരിച്ചാൽ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാൻ പോകുമ്പോഴും നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നതെങ്കിൽ അത്തരം ആൾക്കാരുടെ ഒരു നെഗറ്റിവിറ്റി നമ്മളിലേക്കും സ്പ്രെഡ് ആവും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും, ഇത് ശരിയാവുമോ എന്ന് നമുക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് അകലം പാലിക്കുക.
ഇനി അഞ്ചാമതായിട്ട് പറയേണ്ടത്, നമ്മൾ ജീവിതത്തിൽ ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരെ, അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയിൽ വിശ്വാസമില്ലാത്തവരെ, നിങ്ങളുടെ വളർച്ചയ്ക്കെതിരെ നിലകൊള്ളുന്നവരെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക. കാരണം എന്ത് പറഞ്ഞാലും അത് പാടില്ല, ഇത് പാടില്ല, അല്ലെങ്കിൽ നീ അത് ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരെ എല്ലാവരുടെ ജീവിതത്തിലും വന്നു പോകുന്നുണ്ട്. അപ്പം നമുക്ക് അവരെ കൺസ്ട്രക്റ്റീവായിട്ടല്ല, പകരം ഡിസ്ട്രക്റ്റീവായിട്ടാണ് നമ്മുടെ ലൈഫിൽ ഇത്തരം ആൾക്കാരുടെ ഒരു സ്വാധീനം ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരം ആൾക്കാരോട് നമ്മുടെ ലക്ഷ്യങ്ങളെയും നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെ പറ്റിയൊന്നും ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ മനസ്സിൽ തന്നെ വയ്ക്കുക. നമുക്ക് അങ്ങനെ ഒരു സക്സസ് ഉണ്ടാവുമ്പോൾ അവരറിഞ്ഞോട്ടെ, പക്ഷെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആരോടും പറയാതിരിക്കുക. ഇനി നിങ്ങളുടെ സമയം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ പണം, ഇതൊക്കെ അവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കാരണം അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഉള്ളൊരു ടൂള് പോലെയാണ് നമ്മളെ അവർ സമീപിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ മാത്രം വളരെ സ്നേഹത്തോടെ വരും. കാര്യം കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവരെ കാണാൻ പോലും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ആൾക്കാരിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഇടുക. കാരണം ഒരിക്കലും നമ്മുടെ ഒരു ആവശ്യത്തിന് ഇവർ ഉപകരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പറഞ്ഞാൽ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇവർ കാണിക്കില്ല. അപ്പോൾ ഇത്തരം ആൾക്കാരെ ഒന്ന് സൂക്ഷിക്കുക. ഇനി പറയേണ്ടത്, വളരെ ചെറിയ കാര്യം, അതായത് നിസ്സാര കാര്യങ്ങളെ പോലും വളരെ വലുതാക്കാൻ ശ്രമിക്കുന്ന, ഏകപക്ഷീയമായി മാത്രം ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ പെരുമാറുന്ന കുറേ ആൾക്കാർ, ഭയങ്കര ഡ്രാമ കാണിച്ച് നമ്മളോട് സംസാരിക്കുന്ന കുറേ ആൾക്കാർ, ഇവരിൽ നിന്നൊക്കെ ഒന്ന് അകൽച്ച പാലിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഡ്രാമ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്നേഹമോ ഒരു വിശ്വാസമോ, അല്ലെങ്കിൽ നമ്മൾ നന്നായി വരണം എന്നുള്ളൊരു ആഗ്രഹമോ ഒന്നും ഇല്ലാത്ത ഒരു കൂട്ടരാണ് ഇവർ എന്നുള്ളത്. ഇനി പറയേണ്ടത്, വളരെ ഇൻസെക്യൂർഡ് ആയ കുറേ ആൾക്കാർ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി എപ്പോഴും കമ്പാരിസൺ ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും നമ്മളൊരു അകലം പാലിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്തരം ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് അസൂയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടണം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ എത്തിച്ചേരണം എന്നൊന്നും ഇവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന വാസ്തവമാണ്. കാരണം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ നീ വിചാരിച്ചാൽ അത് പറ്റില്ല, പക്ഷെ അവനായിരുന്നെങ്കിൽ അത് സൂപ്പറായിട്ട് ചെയ്തേനെ, അല്ലെങ്കിൽ അവൻ നല്ല സ്മാർട്ടാണ്, നിനക്കിതിനൊന്നും കഴിയില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ ഒരുപാട് പറച്ചിലുകളിലൂടെ നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത്തരക്കാരെ ഒന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഇത്തരം വ്യക്തികളെ തിരിച്ചറിയാം എന്നാണെങ്കിൽ, അത് ചില ആൾക്കാരോടൊപ്പം നമ്മൾ ഒട്ടും ഹാപ്പി അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം വളരെ ഡ്രെയിനായി പോകുന്ന ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ അവരിൽ നിന്ന് ഒന്ന് അകലം പാലിക്കുക. നമ്മുടെ സമയം ഇങ്ങനെ പാഴായി പോകുന്നു എന്നുള്ളതാണ് അവർ നമുക്ക് തരുന്ന ഒരേ ഒരു പ്രയോജനം എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് ഒരു സന്തോഷവും കിട്ടുന്നില്ല, നമുക്ക് ഒരു പോസിറ്റീവ് ഫീലിംഗും കിട്ടുന്നില്ല, നമ്മൾ ഒട്ടും കംഫർട്ട് അല്ല എന്നുള്ള രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ അവരിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇനി നിങ്ങളുടെ സന്തോഷങ്ങളിലും വിജയങ്ങളിലും ഒന്നും കൂടെ നിൽക്കാതെ എപ്പോഴും അതിൽ യാതൊരു സന്തോഷവും കാണിക്കാത്ത ഒരു കൂട്ടരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ വിജയവും ഒക്കെ നമ്മുടെ കയ്യിൽ എത്തിപ്പിടിക്കണമെങ്കിൽ നമ്മൾ തന്നെയാണ് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മറ്റുള്ളവരാരും നമുക്കൊന്നും ചെയ്തു തരില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അതിനു വേണ്ടി തന്നെ ഇത്തരം ആൾക്കാരെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പറയേണ്ടത്, എങ്ങനെ നമുക്ക് ഇവരെ അകറ്റി നിർത്താം. നമുക്ക് പെട്ടെന്നൊരു ദിവസം നമ്മുടെ ലൈഫിലുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉള്ള ആൾക്കാരാണെങ്കിൽ, പെട്ടെന്നൊരു ദിവസം നമുക്ക് ഇവരെ അകറ്റി നിർത്തുകയോ ഇവരോട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുകയോ എടുത്തടിച്ച പോലെ മറുപടി പറയുകയോ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നാളെ നമുക്ക് വീണ്ടും കാണേണ്ടതാണ് ഇവരെ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച്, വളരെ ശ്രദ്ധിച്ച് ഒരു ചെറിയ ഡിസ്റ്റൻസ് എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുക. പതുക്കെ ആ ഒരു ഗ്യാപ്പ് അവരുമായിട്ടുള്ളൊരു ഗ്യാപ്പ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് നമ്മൾ ദേഷ്യം കാണിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കാനോ ഒന്നും പോവാതിരിക്കുക. ഇനി ചെയ്യേണ്ടത്, നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള, അല്ലെങ്കിൽ നമ്മളോട് വളരെ സ്നേഹത്തോടെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അവരിൽ നിന്ന് ഒരുപാട് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമ്മളിലേക്കും ആ ഒരു എനർജി, അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി പറയേണ്ടത്, നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഇപ്പോൾ എല്ലാവരോടും നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടേ ചെയ്യൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയൊന്നും കാണിക്കാതിരിക്കുക. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട്, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരോട് മാത്രം പറയുക. അല്ലാതെ ഉള്ളവരോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക.
ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ് ആഗ്രഹിക്കുന്നതിന് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ എപ്പോഴും അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. അത് ചിലപ്പോൾ നിങ്ങളുടെ അധ്യാപകരാവാം, നിങ്ങളുടെ മെൻറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒഫീഷ്യലി നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസേഴ്സ് ആവാം. അത് ആരായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളൊരു വ്യക്തിയാവാം, ആരായാലും അങ്ങനെ നിങ്ങളുടെ സക്സസ് ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ സന്തോഷം മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ മുഖം ഒന്ന് വാടുമ്പോൾ തന്നെ അതെന്താണ് അതിൻ്റെ കാരണം എന്ന് പറയാതെ മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണും. അപ്പോൾ അത്തരം ആൾക്കാരുമായിട്ട് വളരെ നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കൊരു വിഷമം വരുമ്പോൾ നമുക്ക് തുറന്നു പറയാൻ, അല്ലെങ്കിൽ നമുക്ക് ആ സങ്കടം എന്താണ് എന്ന് പറയാതെ തന്നെ മനസ്സിലാക്കാൻ നമ്മുടെ ലൈഫിൽ ഒരാളെങ്കിലും വേണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ വളരെ വലിയ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ചസ്, ചെറിയ ചേഞ്ചസിലൂടെ നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മുടെ മാനസിക ആരോഗ്യം നന്നാവുന്നതിനും, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും, അല്ലെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി ആയി ഇരിക്കുന്നതിനും, നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും ഒക്കെ അത് വളരെയധികം നമുക്കൊരു പ്രയോജനം ചെയ്യും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാരുമായിട്ട് എപ്പോഴും നല്ല രീതിയിൽ നമ്മൾ പെരുമാറാൻ ശ്രമിക്കുക. എങ്ങനെയാണ്? നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ആൾക്കാരിൽ നിന്ന്. അല്ലാതെ ഞാനീ ഇപ്പം നമ്മൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ, നിങ്ങൾ തന്നെ നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഇതുപോലെയുള്ള ആൾക്കാർ കാണും. അത് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും, അമ്മയാവും, അച്ഛനാവും, അല്ലെങ്കിൽ ഭാര്യയായിരിക്കും, ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പായിരിക്കും. പക്ഷെ അവരെയൊന്നും നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരിക്കലും നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ ഒന്നും പറ്റില്ല. നമുക്ക് നാളെ അവരെ കണ്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നാളെ അവരോട് സംസാരിച്ചേ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രം ഇത്തരക്കാരോട് ഷെയർ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ തിരിച്ച് നെഗറ്റീവായിട്ട് നമ്മളെ അത് പറഞ്ഞ് നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന, വിഷമിപ്പിക്കുന്ന ഇത്തരക്കാരിൽ നിന്നും നിർബന്ധമായും ജീവിതത്തിൽ ഒരു അകലം പാലിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി വളരെ ഹാർഡ് വർക്ക് ചെയ്യുക, പരിശ്രമിക്കുക. ആ പരിശ്രമത്തിലൂടെയാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സക്സസ്സിൽ എത്തിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷം നമുക്ക് കൊണ്ടുവരാനോ ആരും നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമുക്ക് സന്തോഷം വേണമെങ്കിൽ അത് നമ്മൾ തന്നെ ആ ഒരു സന്തോഷം കണ്ടെത്തുക. അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ഒരു സക്സസ്സിൽ എത്തണമെങ്കിൽ നമ്മൾ തന്നെ അതിനെ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പാഴാക്കി കളയാതെ, അല്ലെങ്കിൽ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി എഴുതി വെച്ച് തന്നെ നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതിനിടയിൽ ഇങ്ങനെ വരുന്ന കുറച്ച് ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയാൽ നമുക്കൊരിക്കലും ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് നമ്മുടെ മനസ്സിലേക്ക് വരില്ല എന്നുള്ളതാണ്. മറ്റേത് നമ്മൾ എന്ത് ചെയ്താലും ഇതുപോലെ ഒരാൾ തന്നെ ഒരേ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിനക്കത് പറ്റില്ല, അല്ലെങ്കിൽ നീ അത് വിചാരിച്ച പോലെ നിനക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മാനസികമായിട്ട് അവിടെ തളർന്നു പോകും എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും അങ്ങനെ തളരാതിരിക്കുക, ദൃഢനിശ്ചയത്തോടെ അല്ലെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്ക് എന്താണോ നമ്മുടെ ലക്ഷ്യം, ആ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും വരെ നമ്മൾ അതിനു വേണ്ടി കഠിനമായി പരിശ്രമിക്കുക. അപ്പോൾ ഇനി ജീവിതത്തിൽ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിൽ ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഇത്തരക്കാരെ ഒന്ന് നമ്മുടെ ലൈഫിൽ നിന്നൊന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുക. അത് അവരറിയാതെ തന്നെ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ ഇന്ന് ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വിഷയമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം.